ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പപ്പടം വെച്ചുള്ള ഒരു അടിപൊളി ഐറ്റം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദോശക്കും ചോറിനൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് നമ്മളൊരു 8 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ പപ്പടമൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലോട്ട് തന്നെ നമുക്കൊരു 12 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടി അതിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ മൂത്ത് വരുമ്പോൾ കോരി മാറ്റാം, കരിയാതെ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്കൊരു 20 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബ്രൗൺ നിറമാകണ വരെ ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴറ്റി വന്നിക്കണ ഞാൻ കോരി മാറ്റാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മളൊരു ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും പപ്പടവും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പൊടിച്ചെടുക്കാം. എടുത്തതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി കുറവാണെന്ന് തോന്നുന്നവർ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ ചാനലൊക്കെ കാണുന്നതെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ചെയ്യുക. താങ്ക് യു.